Good morning to all. Good morning, ma'am. Good morning, Good ma'am. morning. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, clear. Are you audible? Good Good morning. morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good Good morning, morning, ma'am. ma'am. Okay, so once again, good morning to all. Good And am I morning, ma'am. audible? Yes. Good morning. Good morning, ma'am. Okay. Good So, morning, ma'am. Good morning, ma'am. morning. So, കഴിഞ്ഞോ മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞോ ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അറിയാലോ പ്രയർ സോർട്ട് ഓഫ് Good morning, ma'am. മോർണിംഗ് Good morning, ma'am. ഞാനാണ് പ്രയർ. ഓക്കെ എന്റെ പേര് ദിവ്യാശ്രീ. ഈശ്വരാക്കൾ കൂപ്പി നിൽപ്പു ഞാൻ നിന്നുന്നി ഈരനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നെ ചൊരിഞ്ഞൂവിലും കാണാനായുള്ള തമ്പുരാനേ അച്ഛനുമമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരുവിനി ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടി പഠിക്കുന്ന കുട്ടികളെ കൂടെ പിറപ്പുകളായി നിനറ്റും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ. Okay, so and then sort of three or signing. Yeah, next എന്താ കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ not waste your time. Ma'am, thought of the day. Yeah, I am Hasina. clear. Education is not just about learning to read and write. It's about gaining the strength to overcome challenges. Just meaning എന്ന് പറയാം മാം. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് ആർജിക്കലാണ്. മഹാത്മാഗാന്ധി. താങ്ക് യു മാം. Okay, Hiba. Then next എന്താ കഴിഞ്ഞോ ടൈം ഉണ്ടോ ഓക്കെ സ്റ്റാർട്ട് ചെയ്താലോ സുഖാണ് എല്ലാവർക്കും how are you all? Have you had your breakfast? Fine, fine. Fine, ma'am. Fine, ma'am. Good. Sukha. Fine, ma'am. Yeah, okay. First of all, I introduce myself. I'm Ashwari, your English teacher. Okay? Clear ആണല്ലോ? Okay, ma'am. ആദ്യം തന്നെ ഞാൻ കുറച്ച്
കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ കേട്ടോ ഫസ്റ്റ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും. ചിലപ്പോ ഞാൻ പറയുന്നത് ക്ലിയർ ആകില്ല, അതുകൊണ്ട് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ സോറി, ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഓക്കെ, എനിക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെയാണ്, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? സോ ജിഷ മിസ് പറഞ്ഞിട്ടുണ്ടാകും പ്രയർ, തോട്ട് ഓഫ് ദി ഡേ എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ? കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്, മീൻസ് എന്റെ ഒരു ഓപ്ഷൻ പറയണമെന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങളിപ്പോ എല്ലാവരും ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ അല്ലെ? നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ഒരു ബോണ്ടിങ് വേണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യുക, ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകുമല്ലോ അല്ലെ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ കേട്ടോ. ആരെങ്കിലും ഒരാള് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാം. മീൻസ് നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാനൊരു ക്ലാസ്സിൽ വരുന്നെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് അല്ലെങ്കിൽ വിഷ് ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ക്ലാസ്സിൽ ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആള് വരാം. ആള് വന്നിട്ട് അവര് ഇൻവൈറ്റ് ചെയ്യാം. അടുത്ത ഒരാളാണ് പ്രേയർ ചൊല്ലുന്നത് എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് തോട്ട് ഓഫ് ദി ഡേ ആൻഡ് നെക്സ്റ്റ് സൈൻ. സോ ആ കോർഡിനേറ്റ് ചെയ്ത ഒരാള് ഈ മൂന്ന് പേര് ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ അല്ലെ, ഫസ്റ്റത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായോ? അതില് പ്രയർ ഇംഗ്ലീഷ് ക്ലാസ്സിലാണെങ്കിൽ മാക്സിമം ഇംഗ്ലീഷ് പ്രയർ ചൊല്ലാൻ നോക്കാം. ഓക്കെ, ഇംഗ്ലീഷ് പ്രയർ ആയിരിക്കണം, മസ്റ്റ് ആയിട്ട് ചെയ്യൂ കേട്ടോ. അതില് നിങ്ങളൊരു ബുദ്ധിമുട്ടോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞുതരാം പിന്നീട്. അപ്പോൾ എന്റെ ക്ലാസ്സിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറയും. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് പ്രയർ ചൊല്ലാൻ നോക്കുക. ദെൻ ഓരോരുത്തരെ മാക്സിമം ഇംഗ്ലീഷ് തന്നെ ചെയ്യാം. ഓക്കെ, അറിയാലോ, ചെയ്യാം. ദെൻ സൈനിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സൈനിങ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവരും ഏബിൾ ആണ് അല്ലെ? എല്ലാവർക്കും തന്നെ എന്തെങ്കിലും ഒരു എബിലിറ്റി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് അല്ലെ? സോ പാട്ട് പാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തോ നിങ്ങൾക്ക് വെൽക്കം ചെയ്യാം. ഏത് ടീച്ചറാണോ വന്നിരിക്കുന്നത് വെച്ചാൽ ആ ടീച്ചറെ നമുക്ക് വെൽക്കം ചെയ്യാം ക്ലാസ്സിലേക്ക്. അതാണ് സൈനിങ്. ടീച്ചേഴ്സിനെയും എല്ലാ സ്റ്റുഡൻസിനെയും നമ്മൾ വെൽക്കം ചെയ്യുന്നു, അതാണ് സൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാളത് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ കഴിയും. മനസ്സിലായോ? അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഫസ്റ്റ് പ്രയർ ആരാ എന്ന് ഞാൻ ചോദിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട. നമ്മൾ ഒരാള് കോർഡിനേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ പ്രയർ ഇന്നാളാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. ഇന്നാള് പ്രയർ, ഇന്നാള് തോട്ട് ഓഫ് ദി ഡേ, ഇന്നാള് സൈൻ എന്നത് ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാള് ഞാൻ ഇന്ന് കോർഡിനേറ്റ് ചെയ്യാം എന്ന് ഒരാൾ വരാം, നാളെ വേറൊരാൾ കോർഡിനേറ്റ് ചെയ്യാം. എല്ലാം ഒരാൾ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ക്ലാസ്സിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ആണ് ക്ലാസ്സിൽ അല്ലെ? അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ആരും മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ തോട്ട് ഓഫ് ദി ഡേ, പ്രയർ, സൈനിങ്, ഇത് മൂന്നും നമ്മള് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇതല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ക്ലാസ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ആ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. 10:30 എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. സോ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടി ഒരു 15 മിനിറ്റ്സ് നമുക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? മനസ്സിലായോ? ഏകദേശം ഐഡിയ കിട്ടിയില്ലേ ഇപ്പോ? Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ, Okay, ma'am. അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും നല്ല ആക്റ്റീവ് ആണല്ലോ അല്ലെ? നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഈ സ്ട്രെങ്ത് ഞാൻ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാട്ടോ. ആരൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം. എനിക്ക് കുറച്ച് ചുമയുണ്ട് കേട്ടോ, അതിൻ്റെതായൊരു ചിലപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്യും. ചുമ വരുമ്പോ ക്യാമറ ഓഫ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് മിസ് എവിടെയെങ്കിലും പോയി എന്ന് വിചാരിക്കണ്ട, ചുമക്കാൻ വേണ്ടി പോയാ. ഓക്കെ, അപ്പോ ഞാൻ എടുക്കുന്ന ഇംഗ്ലീഷാണ്, ഞാൻ പറഞ്ഞു ഇംഗ്ലീഷാണ്. എങ്ങനെയുണ്ട്? വാട്ട് അബൌട്ട് യുവർ ഇംഗ്ലീഷ്? ടെൽ മീ അബൌട്ട് ദാറ്റ്. എനിവൺ? ഇംഗ്ലീഷ് എങ്ങനെയാ? ടഫാണോ? ഇതില് ക്ലാസ്സില് ഞാൻ പറഞ്ഞു സ്ട്രെങ്ത് ഉണ്ട്, അത്യാവശ്യം എന്താണ് നിങ്ങള് ഗ്യാപ്പ് ഉള്ളവരുണ്ടാകാം അല്ലെ? കുറെ നാളിന് ശേഷം വീണ്ടും പഠിക്കാം.
വന്നവരുണ്ടാകാം. ഇനിയിപ്പോ അതില് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടാകാം. ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടാകാം. അല്ലെ? മിക്സ്ഡ് ആണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങളെ ഇംഗ്ലീഷിനെ കുറിച്ച് എന്നോടൊന്ന് സംസാരിക്കണം. ഓക്കെ, ക്ലിയർ? നമുക്ക് ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എല്ലാവരെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ജസ്റ്റ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എന്റെ ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. ഇന്ന് ഞാൻ ക്ലാസ് നിർത്തുന്നില്ല. എനിക്ക് ഇംഗ്ലീഷ് നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്യുന്നത്, നിങ്ങളുടെ ഇപ്പോ കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ക്ലാസ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചില്ല. അതിനുശേഷം ഞാൻ എന്റെ ക്ലാസ്സിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആകില്ല. സംസാരിക്കാൻ റെഡി ആയവര് അല്ലെങ്കിൽ വില്ലിങ് ആയവര് പേര് ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരെ വിളിക്കാം. ഓക്കെ, I will call you one by one when you text your name. ഓക്കെ, അപ്പോ സംസാരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളെ സ്വയം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ ആവശ്യമൊന്നുമില്ല. സ്വയം ഒരു ജസ്റ്റ് നെയിം പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പ്ലേസ് എവിടെയാണെന്ന് പറയാം. ദെൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ പറയാവുന്നതാണ്. എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ സ്റ്റുഡന്റ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാവോ? പേര് ടെക്സ്റ്റ് ചെയ്യാവോ? Good morning, ma'am. I am Priyanka, coming from Kannur. I have 2 daughters. I studied diploma. That's all. Yeah, പ്രിയങ്ക പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പ്രിയങ്ക പോയോ? ഇല്ല മാം. ഇനി ഇംഗ്ലീഷിനെ കുറിച്ച് പറയൂ. എങ്ങനെയാണ് ഇംഗ്ലീഷ് നമ്മൾ എവിടെ വരെ പഠിച്ചു അറിയോ? മാം, പിന്നെ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും തട്ടിമുട്ടിയൊക്കെ ഒപ്പിച്ച് പോകും. ഗ്രാമർ എങ്ങനെയാണ്? കൂടുതലായിട്ട് ഗ്രാമർ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഒരു ചെറിയൊരു ഉൾവലിയുണ്ട്. Okay, Priyanka, clear. Then next is Shruti ji. Shruti, Poyo, are you there? No. Then Jabir hand raise ചെയ്തിട്ടുണ്ട്. സംസാരിക്കൂ, എന്താ മിണ്ടാത്തെ? Good morning, ma'am. Yeah, morning. I'm Krishna Priya from Kannur. Working as a fitness trainer. I studied at BBA last year. I was passed out. And Krishna now Priya. English is my yes, ma'am. Yeah, okay. പറയൂ, വോയിസ് ക്ലിയർ അല്ലായിരുന്നു കേട്ടോ. പറയൂ. No, sorry. Hello. Ma'am, ipo clear aano? Yeah, clear. Okay. Ma'am, Krishna Priya from Kannur. I am working as a fitness trainer. I studied BBA. Last year I was passed out, and now I have a what to say? What about your English? What more? My English is not well, but I can I can communicate good. My grammar is not good. Yeah, grammar. Okay. No. Okay, Krishna. Okay, ma'am. Thank you. Yeah, then Sumaya. Hello, ma'am. I'm Sumaya from Thrissur.
I am working as a teacher last 10 years. Now I am working as online teacher. I am taking madrasa classes for students. Then actually there is a gap after my study because due to I concern my children's study. That's why I have taken one professional gap. Now I am working as a teacher. Then I have to improve my. I think I have to improve my English and communication skill also. That's all. But I have little problem with when I am making sentences that it tense and grammar, how it will, how it can use. That I have to know. I think I can improve my language through this class. Okay, thank you, ma'am. Yeah. Okay. Hope for the best. Okay, Sundaya. Then Anita Joy. Yes, ma'am. Good morning, ma'am. My name is Anita Joy. I am from Kottayam. I'm married. My qualification is MA BEd. Now I am not working. I can understand English, but I can't speak fluently. That's my problem. Yeah. Okay, Anita. Then Jabir സംസാരിക്കുന്നുണ്ടാവാ? No. Okay. Yeah. It's okay, Sandra. Then Shruti. Good morning, ma'am. I'm Shruti G, coming from Chaganasheri. I have completed BCom and I am not working now. I have a child, he's 4 years age, and I am love English and I love to speak English. I think I am confident and I'm fluent in speaking English. Thank you, ma'am. Okay, sir. Then Gayatri. Yeah, duty-lana. Okay. It's okay, Gayatri. Yeah, morning, Asha. Good morning. Yeah. Okay. നമ്മളെ എല്ലാവരെയും കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് ആരും സംസാരിക്കുന്നില്ല. നമ്മൾ കുറച്ചുപേര് സംസാരിക്കുന്നുള്ളൂ. നമ്മുടെ മീറ്റിംഗ്. Yeah, okay, Asha. അപ്പോ Good morning, ma'am. Yeah, morning. I am Nirishni from Ernakulam. Yeah, okay. I'm studying in degree. Complete ചെയ്തു. Degree completed. Just not pass. And yeah. Yeah, okay. I can speak. Not speak English. Just communication. Just reading and writing. Okay. Yeah. Good morning, ma'am. Yeah, morning. I am Silja. I am from Kurmasheri. I have 2 children. I am working aided school in 5 years, but I am not working this time. I am a housewife. My English is not good, especially grammar. Grammar is very difficult. Communication problem. Okay. Hi, ma'am. Yeah, Good hi. morning, ma'am. Hi, ma'am. I'm Chinju Binu. I live in Chalakudi. I completed my PG in MA English in 2017. After that, I take a long gap. I have 2 children, 1 daughter and a son. My daughter name is Ziva. She's a record holder, Asia Book of Record and India Book of Record holder. Then yes. She identified 82 citations in 2 minutes in her 2 years. She's the world's youngest child who identified that. Oh, hats off to you. അല്ല ക്രെഡിറ്റ് ഫുള്ള് അമ്മയ്ക്കും അച്ഛനെയാണ് പാരന്റ്സിനാണ്. Thank you.
And she participated in Flowers Midumidiki. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ദിവസം നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. Yeah, yeah. Yes, yes. ഓക്കെ. Okay, ma'am. Thank you. ഓക്കെ ജിമ്മിയോ. Hi, Hi, ma'am. ma'am. My name is Liji Reggie. ഓക്കെ ഹായ് ലിജി. I am coming from Archanillo. I can working from last year, 2024. My qualification is degree and special DHI. Rating is one. Language communication not good. ഓക്കെ. Hi, ma'am. I'm Hamdas. മുംതാസ് പറയൂ. I'm from Kannur. I'm married. I have 2 children, 2 daughters. My qualification is +2. I am not working. ഓക്കെ ഇംഗ്ലീഷോ? Communication is good, not good. ഓക്കെ ഓക്കെ. Okay, thank you. ഓക്കെ മുംതാസ്. Then Hi, ma'am. ഹായ്. ഇല്ല രണ്ടുപേരും കൂടി. ഒരാള് പറയൂ. Hello, ma'am. I am Pooja from Ernakulam. I studied MA. I love English, but grammar is very difficult. Okay. Hi, ma'am. Yeah, hi. I'm coming from Thrissur. I have 3 daughters. My qualification +2. My English not good. Okay. Okay. അപ്പോ അയ്യാര്യം പറയുന്നുണ്ടോ? Ma'am, Okay. okay. Hi, ma'am. I'm Fatima from Ernakulam. I'm completed diploma and degree in automation in 2023. In English, I have little weak in grammar. I can speak. I can എന്താ പറയാ ഗ്രാമറിൽ കുറച്ച് പ്രശ്നമുണ്ട്. Okay, that's all. Hi, ma'am. Hi. Yeah, Ma'am. I am Anu from Changanasheri. I have 2 children. I am completed BCom. I like to speak English very much, but I don't know how to speak fluently. I am very excited because I hope my English will be clear for this class. all the best. Thank you, ma'am. Okay. Hello. Good morning, ma'am. I am Shahla from Tirur, Malappuram district. I graduate in BA English. I would like to speak English very well, but I can't. എന്താ പറയാ, I will try for it best. ബട്ട് ജഡ്ജ് ചെയ്യാൻ വീട്ടിൽ കുട്ടികളായിട്ട് ഒരു 1 hour ഇടക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. അവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ജഡ്ജ് ചെയ്യാൻ ആരുമില്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങളങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല. പക്ഷെ ഐ എം വെരി നല്ല ഇഷ്ടമാണ് എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഈ ഒരു ഇയറിൽ അത് എന്താ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാം. Hi ma'am, I am Ashik from Trivandrum. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് പിന്നെ ഒന്നിനും പോയില്ല. പിന്നെ മക്കളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഗ്രാമർ ഒന്നും അത്ര അറിയില്ല. പക്ഷെ എഴുതും വായിക്കാനും ഒക്കെ കുഴപ്പമില്ല. ബാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്.
താങ്ക് യു മാം. ഓക്കെ. Hello, ma'am. Hello, ma'am. Hello, ma'am. Good morning, My ma'am. name is Atika. അറിയില്ലേ? Hello, ma'am. My name is Atika. I am from Thrissur. I have 2 children. I am housewife. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഗ്രാമർ കുറച്ച് കിട്ടും, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല. അപ്പോ നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ മലയാളത്തിലല്ല സംസാരിക്കണേ. അത് കാരണം നമ്മളും മലയാളത്തിലാണ് സംസാരിക്കുക. പക്ഷെ നമ്മ ഗ്രാമർ പഠിച്ചാലും അത് സംസാരിക്കുമ്പോ അങ്ങോട്ട് സംസാരത്തേക്ക് വരുന്നില്ല. അത് നമുക്ക് അത് രണ്ടും കൂടെ അങ്ങോട്ട് ജോയിന്റ് ആയി പോണില്ല. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് പിന്നെ നമ്മളൊരു ഉൾവലിച്ചിലാണ്. എന്നാലും പിള്ളേരായിട്ടും ഹസ്ബൻഡൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും. എന്നാലും ഒരു ചമ്മലാണ്. നമ്മ എത്ര പഠിച്ചാലും അത് പുറത്തേക്ക് വരൂല. അത് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ കുഴപ്പമില്ല, ഇംഗ്ലീഷ് നമുക്കിപ്പോ ഒരു പാഠം തന്നാലും നമുക്കത് വായിച്ച അർത്ഥം വെച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല, എഴുതാനും പ്രശ്നമില്ല നമുക്ക്. പക്ഷെ സംസാരം ഇതാവണില്ല. താങ്ക് യു മാം. Madam. Hi, ma'am. Hi, ma'am. Good morning. Hi, ma'am. എന്തൊരു ആക്റ്റീവാ നിങ്ങള്. ഇവിടെ വലിയ ഹായ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാം അല്ലേ? Sina. From Hi, Thrissur. ma'am. I studied +2. I have 2 children. English is language, but communication skill for speak, grammar and pronounce. Okay. Okay, Hiba. Thank you, ma'am. Hi, ma'am. Good morning. I am Sharanya. I am come from Kaladi. I am completed for MA BA, but did not working for teaching field. And very interesting and my passions for teaching. Did not working teaching. I am working for any other field. And English is a I am very like, but did not fully confident. Thank you, ma'am. Hi, ma'am. Good morning. Hi, ma'am. My name is Asha from Pathanamthitta. I am housewife. My qualification +2. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് അല്ല. ഈ പറഞ്ഞ കണക്ക് വായിക്കാനും അറിയാം, എഴുതുവാനും അറിയാം, പക്ഷെ സംസാരിക്കാനൊരു എന്താണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഇതുകൊണ്ട് സംസാരിക്കാൻ പേടിയാണ്. അതാണ് കൂടുതൽ. എന്നാലും മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്, 2 പേർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്, പുസ്തകം വായിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഇതാണ് ഒരു മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. ഇഷ്ടമാണ് സംസാരിക്കാൻ കൂടുതൽ ഇംഗ്ലീഷ്. ഓക്കെ. മതി. അയ്യോ, എന്തായത്? എനിക്ക് കുറച്ച് സംസാരിക്കണ്ടേ? സമയം തരൂ. ഓക്കെ, നമുക്ക് സംസാരിക്കാം കേട്ടോ. ഒരുപാട് ഇനി അങ്ങോട്ടുണ്ടല്ലോ അല്ലെ? ഒരുപാട് സമയമുണ്ട് സംസാരിക്കാതെ. നിങ്ങൾ ഇത്ര ആക്റ്റീവ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരാള് നിർത്തുമ്പോ അടുത്ത ആള് കൊള്ളാം. ഭയങ്കര ഇഷ്ടമായിരിക്കും ക്ലാസ്. കൊള്ളാം കേട്ടോ. ആക്റ്റീവ് ആണ് എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചോണ്ടിരുന്നത്. കൊള്ളാം, നല്ല ക്ലാസ് ആണ്. എല്ലാവരും നല്ല ആക്റ്റീവ് ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ കേട്ടോ. അതിന് റിപ്ലൈ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇമോജീസ് ആയിട്ട് എന്തായാലും മതി. ടെക്സ്റ്റ് ത്രൂ അങ്ങനെ വേണമെങ്കിൽ. പക്ഷെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ സംസാരിക്കുമ്പോൾ നെർവസ് ആകും അല്ലെ? മ്യൂട്ട് ചെയ്യാട്ടോ എല്ലാവരും. പ്ലീസ് മ്യൂട്ട് യുവർസെൽഫ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ക്ലിയർ ആവില്ല കേട്ടോ. അതുകൊണ്ടാണേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് പേടിയുള്ള എത്ര പേരുണ്ട്? പേടിയുണ്ട്, എനിക്കും പേടിയുണ്ട്. എനിക്ക് പേടിയുണ്ട്. സംസാരിക്കാൻ പേടിയുണ്ട്.
Okay, yeah. The second one. മ്യൂട്ട് ചെയ്യും സംസാരിച്ച് അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യും. ഇന്ന് മുതൽ ഇനി അതൊക്കെ പഠിക്കണം. ഓക്കെ, സംസാരിച്ച് കഴിഞ്ഞപ്പോ തന്നെ മ്യൂട്ട് ചെയ്യാം, സംസാരിക്കാൻ തോന്നി കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യാം, അതെല്ലാം പഠിക്കണം കേട്ടോ. ഓക്കെ, സെക്കൻഡ് വൺ, ഗ്രാമർ അറിയാത്ത എത്ര പേരുണ്ട്? അത്യാവശ്യം അറിയാം, എന്നാൽ അറിയില്ല. ചെറുതായിട്ട് ഒട്ടും അറിയില്ല. ഓക്കെ, ഒട്ടും അറിയാത്തവരുണ്ട്, കുറച്ച് അറിയാവുന്നവരുണ്ട് അല്ലെ? കുറച്ചൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ അറിയാത്തവരുണ്ട്. ഗ്രാമർ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, ഇനി കോൺഫിഡൻസ് ഇല്ലാത്ത എത്ര പേരുണ്ട്? എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. എനിക്ക് കോൺഫിഡൻസ് പേടി വലിയ പാട്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും അല്ലേ? അങ്ങനെയാണോ എല്ലാവരും? അങ്ങനെയാണ്. അക്സെപ്റ്റ് ചെയ്യാം, പറയാൻ പഠിക്കണം കേട്ടോ. ഓക്കെ, അതെ മാം, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ ഒരു പേടിയാണ്, അവരെന്ത് വിചാരിക്കുന്നുള്ളത്. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മള് തിരുത്തി തരുന്ന കുറച്ച് പേരുണ്ട്, പക്ഷെ ചിലർ കളിയാക്കും നമ്മള്, ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ഓർത്ത്. അപ്പൊ പിന്നെ നമ്മൾ അത് പൊതുവേ അങ്ങ് നിർത്തും അന്നേരം. അതാണ്. അതൊക്കെ മാറും കേട്ടോ. ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രമാണ് കോൺഫിഡൻസ് ആണോ? Are you confident? സംസാരിക്കാൻ കോൺഫിഡന്റ് ആണ്. Yes, ma'am. Are you confident? Are you all confident? No, ma'am. Yes. Very good. Confident ആണ്. പിന്നെ എന്തുകൊണ്ട് ഇംഗ്ലീഷ് കോൺഫിഡന്റ് അല്ല? പറഞ്ഞുതരാം. ഓക്കെ, ഇനി കോൺഫിഡന്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, റൈറ്റിംഗ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ, ഗ്രാമർ പ്രോബ്ലംസ്. നമുക്ക് ഇംഗ്ലീഷ് എല്ലാവരും മ്യൂട്ട് ചെയ്തു കേട്ടോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങള് ഇന്ന് ടൈം ടേബിൾ ഉണ്ടല്ലോ അല്ലെ? ഇംഗ്ലീഷ് ക്ലാസ് ആണെന്ന് അറിയാം ഓൾറെഡി. നിങ്ങൾ നെർവസ് ആയിരുന്നോ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ? നിങ്ങൾക്ക് ഒരു പേടിയോ? എങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് ക്ലാസ്? അല്ലെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കുമോ? എങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസ് എന്ന് ടെൻഷൻ ആർക്കെങ്കിലുണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. മാമിനെ കണ്ടപ്പോ പേടിയുണ്ടായിരുന്നു. കുറച്ച് ടെൻഷൻ ഇംഗ്ലീഷ് മെൻഷൻ അല്ലായിരുന്നു. ടൈം ടേബിൾ അയച്ചതില് ഇംഗ്ലീഷ് ഇന്നത്തെ സബ്ജക്ട് ഒന്നും മെൻഷൻ അല്ലായിരുന്നു. സോ ഐ വാസ് ഓക്കെ. No, only the day, time and the teacher's name is there. Subject is not mentioned. Oh, okay. അപ്പോ Thursday and Friday English class ആണ് കേട്ടോ. Okay? Okay, ma'am. Thank you. I like to have English class. Okay. അപ്പോ അത്രയ്ക്കുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കട്ടെ. എന്റെ ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് നിങ്ങൾ സംസാരിച്ചത് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. ഇതില് ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട് അല്ലെ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട്. അതിന്റെ കൂടെ കുറച്ചെങ്കിലും, അതായത് ബിഗിനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഉണ്ടെന്ന് പറയാം, അഡ്വാൻസ്ഡ് ഉണ്ടെന്ന് പറയാം അല്ലെ? ഈ 3 കാറ്റഗറി. അഡ്വാൻസ്ഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കുറച്ച് പേര് അല്ലെ? അപ്പൊ ഈ 3 കാറ്റഗറി നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഓക്കെ, പക്ഷേ ഈ 3 കാറ്റഗറിയും ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കാം? എന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, നമ്മൾ ഒട്ടും അറിയാത്തവർ, ആസ് എ ബിഗിനേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് അഡ്വാൻസ്ഡ് ആയവരും ഇന്റർമീഡിയറ്റ് ആയവരും അതിൽ എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. കാരണം അവർ പഠിക്കാൻ, ഇതിലൂടെ എങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോട് കൂടി ജോയിൻ ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, ഇന്റർമീഡിയറ്റ് ആയവരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഠിക്കുക, നിങ്ങൾ അറിയാത്ത പലതും ചിലപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ് ആയിരിക്കും മെയിൻലി. അതായത് ഗ്രാമർ ക്ലാസ് ആണ് കേട്ടോ. അത് നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ്, കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ് ആണ്.
ഏത് കുട്ടികളെയാണെന്ന് അറിയാലോ അല്ലെ, KG സെക്ഷനൊക്കെ ആയിരിക്കും. അപ്പൊ ആ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഗ്രാമർ അല്ലെ ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ ബേസിക് ആണ് നമ്മള് നിങ്ങളുടെ സിലബസിലുള്ളത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോ സിലബസില് നിങ്ങൾക്ക് സിലബസ് കാണുമ്പോൾ തന്നെ അറിയാം. ടെക്സ്റ്റ് എത്ര പേരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സിലബസ് ആണ്, ഇൻഡെക്സ് ആണ്. ഇതെല്ലാനും ഗ്രാമർ ആണ് കേട്ടോ, മെയിൻലി ഗ്രാമർ ആണ്. ഓക്കെ, ഫോക്കസ് ചെയ്തിരിക്കുന്ന ഗ്രാമർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കാനും ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവര് ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സിലബസ്. അപ്പോ പറഞ്ഞ പോലെ നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് തുടങ്ങി അല്ലെ A to Z തുടങ്ങി നമ്മൾ പഠിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് ക്ലാസ് ഒരിക്കലും ഫുള്ളി ഇംഗ്ലീഷ് ക്ലാസ് അല്ല. അതിന്റെ റീസണും കൂടെ ഞാൻ പറഞ്ഞു. ഇതിപ്പോ ഇംഗ്ലീഷില് എല്ലാവർക്കും എനിക്ക് പോലും ഞാൻ പഠിക്കുന്ന ടൈമില് ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ വരുമ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏജ് ഡിഫറൻസ് ഒന്നും ഉണ്ടാകില്ല. സോ ഞാൻ എന്റെ കാര്യം പറയാം, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയണം. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കുമോ. കാരണം നമ്മൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവര് പേടിച്ചായിരിക്കും ക്ലാസ്സിൽ പോയിരിക്കുക. ക്ലാസ് ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും, ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ പറയാൻ പറ്റുമോ എന്നൊക്കെ പേടിച്ചായിരിക്കും നമ്മൾ പോയിരിക്കുക. ഞാൻ എങ്ങനെയായിരുന്നു കേട്ടോ പൊതുവെ. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ എന്തെങ്കിലും ടീച്ചർ ആകുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഫുള്ളി ഇംഗ്ലീഷ് ക്ലാസ് എടുക്കില്ല എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇംഗ്ലീഷ് അറിയാത്ത ഒരാള് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒട്ടും അറിയാത്തവരായിരിക്കും. അവരോട് നമ്മൾ ഈ ഗ്രാമർ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോ അല്ലെങ്കിൽ പൊതുവെ ഗ്രാമർ ആർക്കും ഇഷ്ടമല്ല, അത് വേറെ കാര്യം. ഗ്രാമർ എന്ന് പറയുന്ന സാധനം ബോറിംഗ് ആണ് അല്ലെ, ഭയങ്കര ബോറടിക്കാം. അപ്പോ ഈ ഒന്നാമത് ബോറടിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇംഗ്ലീഷിലൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിലോ ഫുള്ളി ബോറായി പോകും. ക്ലാസ്സിൽ നിങ്ങൾ മിക്കവാറും ആരും ജോയിൻ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്, അറിയാത്ത ഒരാള് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തപ്പോ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, പന്തം മേടിച്ച് പന്തളത്തിപ്പോ പന്തക്കുളത്തി പണം, ആ സംഭവം അല്ലെ, അങ്ങനെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഫുള്ളി ഇംഗ്ലീഷ് ക്ലാസ് എടുക്കില്ല. അതുകൊണ്ട് ആരും ആ ടെൻഷന് വേണ്ട. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം ഒരു പോയിന്റ് വരെയാണ്, മനസ്സിലായോ? അതുകൊണ്ട് ഇതെല്ലാം ഒരു പോയിന്റ് വരെയാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് മാറും. നിങ്ങൾ ഓക്കെ ആകും, നിങ്ങൾ കോൺഫിഡന്റ് ആകും. അതിനുശേഷം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ആർക്കും വേണ്ട കേട്ടോ. പിന്നെ എന്ത് ഡൗട്ട് വന്നാലും ഇംഗ്ലീഷ് ആണ്, ബോറടിക്കും എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. മാക്സിമം ബോറടിപ്പിക്കാതെ ക്ലാസ് കൊണ്ടുപോകാനാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ബോറടിച്ചാല് ഓൺ ദ സ്പോട്ടിൽ എന്നൊക്കെ എന്നോട് പറയാം. എന്നിട്ട് എന്നോട് എന്ത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം കേട്ടോ. ഓക്കെ, ബോറിംഗ് ആണ് മിസ്റ്റർ, ഭയങ്കര ബോറിംഗ് ആണ്, ഇത്രയും പഠിച്ചാൽ മതി, ഇനി പഠിക്കണ്ട എന്തും പറയാം. ഓക്കെ, എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം. 1, 2, 3 പ്രാവശ്യം ചോദിക്കാം. അല്ലെങ്കിൽ മിസ്റ്റർ എന്ത് വിചാരിക്കും അങ്ങനെ ചോദിച്ചാല് അങ്ങനൊന്നും ചിന്തിക്കണ്ട, ഒന്നും വിചാരിക്കില്ല. പഠിക്കുന്നവന് ഡൗട്ട് ഉള്ളത് മനസ്സിലാക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോകാം. അന്നന്ന് പഠിച്ചു പോകാം. മാക്സിമം അങ്ങനെ തന്നെയാണ് ക്ലാസ്സിൽ പോകുന്നത് കേട്ടോ. നമ്മൾ എടുക്കുന്ന പോർഷൻ അന്നന്ന് പഠിച്ചു പോകും. എല്ലാവരും തിരക്കുള്ളവരാണ്, ഹൗസ് വൈഫ് ആണ് അല്ലെ, മദേഴ്സ് ആണ്. അപ്പോ എല്ലാവരും ബിസി ആണെന്ന് എനിക്കറിയാം, ഇൻക്ലൂഡിങ് മീ. സോ നമ്മൾ പഠിച്ച് തന്നെയാ പോകുന്നേ. വീട്ടിലിരുന്ന് പഠിക്കേണ്ട ആവശ്യം വരില്ല, ക്ലാസ്സിൽ തന്നെ വെച്ച് പഠിച്ചു പോകാം മാക്സിമം. അങ്ങനെയാണ് ക്ലാസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഗ്രാമർ ക്ലാസ് ആയിരിക്കോളും, ബിഗിനേഴ്സ് ആയിരിക്കും. ബിഗിനേഴ്സ് ഒരു ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും നമുക്ക് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആദ്യം ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകില്ല, മനസ്സിലായോ? അറിയാലോ, നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെച്ചൊരു കാര്യമാണ് ഗ്രാമർ ടഫ് ആണ്, എനിക്ക് ഗ്രാമർ മനസ്സിലാകില്ല എന്ന് ഓൾറെഡി നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാറാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഭയങ്കര ബോറടിക്കും, ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. മൈൻഡ് ചെയ്യണ്ട, പോകെ ശരിയാ. ഓക്കെ, ഡ്രോപ്പ് ചെയ്ത് പോകരുത്. ഇപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഒരിക്കലും ഡ്രോപ്പ് ചെയ്ത് പോകരുത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇനി വന്ന് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറയരുത്. ഓക്കെ, മനസ്സിലായോ?
Okay, ma'am. നമ്മള് കുറച്ച് Okay, മടിയുള്ള ma'am. Okay, ma'am. Okay, ma'am. Okay, Okay, ma'am. ma'am. അപ്പോ നമ്മളെല്ലാവരും കുറച്ച് മടിയുണ്ട് കേട്ടോ, നമുക്ക് എല്ലാവർക്കും. നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, മടിയന്മാരാണ് എല്ലാവരും. ഓക്കെ, അപ്പോ ആ മടി നമുക്ക് ക്ലാസ് അങ്ങോട്ട് പോകുന്തോറും മടി തോന്നും. ഭയങ്കര ബോറിംഗ് ആണല്ലോ, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, പഠിക്കണോ വേണ്ടേ എന്നൊക്കെ ആലോചിക്കും നമ്മള്. മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, മൈൻഡ് ചെയ്യാതെ എനിക്ക് പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി എന്ന് നമ്മള് വിശ്വസിക്കുക. ഓക്കെ, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മള് വളരെ പവർഫുൾ ആണ്, എസ്പെഷ്യലി വുമൺ പവർഫുൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ലവ് യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. യു ക്യാൻ ഡു എനിത്തിങ് വാട്ട് യു വിഷ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നിങ്ങൾക്ക് അത് പറ്റും എന്നാ പറയുന്നത്. ഇംഗ്ലീഷ് പഠിക്കണമെന്നും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നും ആഗ്രഹമില്ലാത്ത ആരുമില്ല. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് എന്തുത്തരാ പറയട്ടെ. ഞാനിപ്പോ ചോദിക്കുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നൊരു കാര്യം, യൂട്യൂബ് കാണാറുണ്ട്, പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട്, ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ട്, ചിലപ്പോ എന്തെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനോ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. ഈ 4 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും റീഡിങ് ഉണ്ടാകാം പഠിക്കാൻ വേണ്ടി, അല്ലെ? റീഡിങ്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കാം. വെരി ഗുഡ്. കുട്ടികളോട് സംസാരിച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, കൊള്ളാം. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തവരായിട്ട് ആരില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹത്തോടു കൂടി യൂട്യൂബില് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവരുണ്ടാകാം, പോഡ്കാസ്റ്റ് കേൾക്കുന്നവരുണ്ടാകാം, ബുക്ക് വായിക്കുന്നവരുണ്ടാകാം. ഓക്കെ, സംസാരിക്കുന്നവര് വളരെ കുറച്ചായിരിക്കും. എല്ലാത്തിനും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ എന്തൊക്കെ ചെയ്തോ, ഏത് കോഴ്സിന് പോയി ജോയിൻ ചെയ്തോ, എത്ര പോഡ്കാസ്റ്റ് കേട്ടോ, എന്തുവാണെങ്കിലും ഇപ്പൊ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ, പക്ഷേ നിങ്ങൾ സംസാരിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യാതെ ഇംഗ്ലീഷ് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഗൂഗിൾ സംസാരിക്കും. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ കുറെ നമ്മൾ കേട്ടു വായിച്ചു അതുകൊണ്ട് ഒരു എന്താണ് യൂസേജും ഇല്ല. ഇതാദ്യം മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാവരും എന്നോട് സംസാരിക്കണമെന്നില്ല. ഞാനിവിടെ നിന്ന് ചോദിക്കും, വളരെ കുറച്ച് പേര്. അങ്ങനെ എഫോർട്ട് എടുത്ത് വരുന്നവർ മാത്രമാണ് കുറച്ചെങ്കിലും ഫ്ലുവന്റ് ആകും. ഓക്കെ, അതായത് എനിക്ക് ഇവിടുന്ന് പറയാനും പഠിപ്പിക്കാനും എളുപ്പമാണ്, പക്ഷെ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അതാദ്യം മനസ്സിലാക്കാം. ഞാൻ എത്ര ഗ്രാമർ പഠിപ്പിച്ചെന്നാലും, എങ്ങനെ എന്ത് സെന്റൻസ് പഠിപ്പിച്ചെന്നാലും നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അതെന്താ വേണ്ടതെന്ന് അറിയോ? ആദ്യം അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുന്ന ഒരു ചിന്തയില്ലേ, മാറ്റാം. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. മനസ്സിലായോ? ഇത്രയും നാള് ഈ നിമിഷം വരെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ജീവിച്ചത്. അത് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ നിങ്ങളുടെ ലൈഫ് അങ്ങനെ തന്നെയാണ്. എന്തൊരു കാര്യം നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പോകുമ്പോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് എവിടെയും വരെ എത്തി. ഇനിയെങ്കിലും ആ ചിന്ത വേണം. ഓക്കെ, അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. മനസ്സിലായോ? പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഫുൾ ഇംഗ്ലീഷ് തന്നെ എടുക്കണമെന്നില്ല. എനിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ആ ഒരു വ്യക്തി ആ വ്യക്തിയെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെ? ഇപ്പോ ഹിബയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിബക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഹിബക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടൈമിൽ ഹിബ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി അതെല്ലാം മാറ്റി, അല്ലെ? മാറ്റിയെടുക്കണ്ടേ? നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവർക്കും പേഴ്സണാലിറ്റി ഉണ്ട്, ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളുടെ ചിന്താഗതികൾ ഡിഫറെന്റ് ആയിരിക്കും. ഇതെല്ലാം മാറ്റിയതിനു ശേഷമാണ് നിങ്ങളൊന്ന് നോർമൽ പേഴ്സൺ ആകുന്നു. അതിനുശേഷമായിരിക്കും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വരാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കും നിങ്ങളുടെ മൈൻഡിൽ. അതായത് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്വാളിഫൈഡ് ആയവരുണ്ടെങ്കിൽ
ക്വാളിഫൈഡ് ആയിട്ടും എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയാൻ ഒരു നാണക്കേടുണ്ട്. ഇനിയിപ്പോ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്ന ഒരു നാണക്കേടുണ്ട്. ഓക്കെ, എല്ലാം മാറ്റിക്കോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത് നമുക്ക് അറിയില്ല, അത് അറിയില്ല എന്ന് തന്നെ പറയാം. മനസ്സിലായോ? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ പഠിക്കാൻ പോവാണ്, ഞാൻ പഠിക്കുന്നു. എന്തും നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയണം. മനസ്സിലായോ? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, കളിയാക്കുന്നവരെ കളിയായിക്കോട്ടെ, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവര് മറ്റുള്ളവർ നന്നാക്കാനും നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കൊന്നുമില്ല, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഇതെല്ലാം എനിക്ക് മാറ്റിത്തരണം. പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ചെയ്യേണ്ടിണ്ട് ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, നിങ്ങൾ ഇപ്പോ ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്, ഓർത്ത് വെച്ചോ. ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഉള്ള നിങ്ങളായിരിക്കില്ല ഒരു 3 or 4 അല്ലെങ്കിൽ ഓരോ ദിവസം കൂടുന്തോറും നിങ്ങള് ഒരുപാട് നിങ്ങളുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഈ ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കില്ല നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ, ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയി പോകുന്ന നിമിഷം നിങ്ങൾ ഈ ഇപ്പോ ഉള്ള നിങ്ങളായിരിക്കില്ല. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ആരെങ്കിലും ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും, മിക്കവാറും ജയദേവ് സാർ ഇത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ ഇതെല്ലാം കാണുന്നതാണ്. ഇത് ബാച്ച് 22 ആണ്. ഓക്കെ, 21 ബാച്ച് വരെ നമ്മള് ഇപ്പോ പാസ് ഔട്ട് ആയി പോവാണെന്ന് പറയുന്നത് 13th ബാച്ച് വരെ നമ്മൾ പാസ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ കാണുന്നുണ്ട് ഓരോരുത്തരുടെയും മാറ്റങ്ങൾ. അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് സംസാരിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിരിക്കണം. ആ കോൺഫിഡൻസ് നമ്മൾ തന്നെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്, അല്ലെ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അതായത് ഫുൾ ടൈം നമ്മൾ ക്ലാസ് എടുക്കില്ല. 1 hour ആണെങ്കിൽ 1 hour ഒന്നും ക്ലാസ് എടുക്കില്ല, ഭയങ്കര പോറടിക്കും. ഞാൻ ക്ലാസ് എടുക്കില്ല കേട്ടോ. സംസാരിക്കും, എന്നിട്ട് ക്ലാസ് എടുക്കും, അങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആരും ടെൻഷൻ അടിച്ച് വന്നിരിക്കേണ്ട. ഞാൻ സ്ട്രിക്റ്റ് ഒന്നും അല്ല, എനിക്ക് വേണ്ടി പറയുന്ന മടി. ഞാൻ നിങ്ങളെ പോലെയൊക്കെ തന്നെ, എനിക്ക് മടി വരും. ഒരുപാട് നേരം ക്ലാസ്സിലൊക്കെ എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര മടിയല്ല, ബോറടിക്കും. എത്ര നേരം വെച്ചാൽ പഠിപ്പിക്കുക, അല്ലെ? നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പൊ എനിക്ക് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കുറച്ചേരൊക്കെ സംസാരിക്കണം, കുറച്ച് മാറണ്ടേ, അല്ലേ? മാറണ്ടേ? മാറ്റം വേണോ? മാറ്റം പരിപാടി വേണോ? മാറ്റം വേണം. എന്താ മാറാണ്ടെങ്കിൽ ഇവിടെ ഇവിടെ വന്നില്ലേ? ഇനി എന്തായാലും മാറും. ചുമ്മാ ഡയലോഗ് ഒന്നല്ല കേട്ടോ. എന്താ ആഡിലൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഡയലോഗ് ഒന്നല്ല കേട്ടോ. മാറും, ഷുവറാണ്. ഓക്കെ, അപ്പോ ഇപ്പോഴത്തെ നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പോ കറന്റ് നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? സത്യം സാറ്റിസ്ഫൈഡ് ഒന്നുമില്ല. ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ വുമൺ നിങ്ങൾ ആരും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാനിതിൽ ഫാമിലി ഒന്നും എടുത്തിരുന്നില്ല. ഫാമിലി അല്ല ഞാൻ ചോദിക്കുന്നത്. ഫാമിലി വേറെ, നമ്മള് വേറെ. ഓരോരുത്തരും അല്ലേ, എല്ലാവർക്കും ഓരോ ഒരു വ്യക്തിത്വം ഉണ്ട്. എനിക്ക് നമ്മൾ ജനിച്ചു വീഴുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആണോ അങ്ങനെയാണോ നമ്മളിപ്പോ ആലോചിക്കുക. മാരീഡ് ലൈഫ് അല്ല, ഇപ്പോഴും ഞാൻ പറയുന്നത് മാരീഡ് ലൈഫ് അല്ല, അത് വേറെയാണ്. അല്ലാതെ നമ്മളൊരു ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫാണോ നമ്മളെ ഇപ്പോ ആസ് എ പേഴ്സൺ? നെവർ, ഒരിക്കലും അല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ നമ്മൾ എത്തിയോ? ഇല്ല. ഞാൻ ഹാപ്പിയാണോ ആസ് എ പേഴ്സൺ? നിങ്ങൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കുറച്ചൊക്കെ ഹാപ്പി ആണെന്ന് പറയും. അപ്പൊ അവർ ചിന്തിക്കുന്നത് ഫാമിലിയാണ്. ഫാമിലി അല്ല. ആസ് എ പേഴ്സൺ നിങ്ങൾ ഹാപ്പിയാണോ? ഇല്ല. അങ്ങനെയാണ്. ഇവൺ ഞാൻ പോലും ആഫ്റ്റർ ബിഫോർ 2 years ബിഫോർ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല, ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് വരെ നമുക്ക് തോന്നും. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ. സിറ്റുവേഷൻ അല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചതല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അല്ലെ? അതായത് എന്റെ ഒരു അഭിപ്രായത്തില് അല്ലെങ്കിൽ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എല്ലാവരും, സ്ത്രീകളടക്കം
സ്ത്രീകളാണ് അടക്കമുള്ള സ്ത്രീകൾ വർക്കിംഗ് ആയിരിക്കണം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെ, നിങ്ങൾ ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും ആഗ്രഹം. സോ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തണ്ടേ. യെസ് മാം, എത്തണം. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ മോണ്ടിസോറി ജോയിൻ ചെയ്യും. വലിയൊരു കാര്യമാണ്, വലിയൊരു ഡിസിഷനാണ്. വെരി ഗുഡ്. ഡിസിഷൻ എടുത്ത സമയം കൊള്ളാം, നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഓക്കെ, അല്ലാതെ നമ്മളെല്ലാവരും വർക്കിംഗ് ആയിരിക്കണം. കാരണം ഫാമിലി ലൈഫ് വേറെയാണ്, അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കുള്ള ലൈഫ് വേറെയാണ്. ഡിഫറെന്റ്, രണ്ടാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നിങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഇവൻ ഹസ്ബൻഡ് വീട്ടില് എല്ലാവരും ഇരിക്കുമ്പോ ഭയങ്കര ഹാപ്പിയാണ് അല്ലെ. പക്ഷെ അവര് ഫുൾ ടൈം നമ്മുടെ കൂടെ വീട്ടിലിരിക്കുമോ? പറ്റുമോ ആർക്കെങ്കിലും? ഒരിക്കലും പറ്റില്ല. ഒരിക്കലും അവർ നമ്മൾ ഫുൾ ടൈം ഒരു ദിവസം ഫുള്ള് നമ്മുടെ ഫാമിലിയുടെ കൂടെ അവർ ടൈം സ്പെൻഡ് ചെയ്യും, മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും? ഇല്ല, പറ്റൂല. കാരണം എന്താ, അതൊരു ലൈഫാ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവര് പുറത്തോട്ട് പോകും. എന്തിനാ അവര് പുറത്തോട്ട് പോകുന്നേ? ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകും. കാരണം എന്താ, അതൊരു പേഴ്സണൽ ലൈഫാ. പേഴ്സണലിനെ കുറിച്ച് നമുക്ക് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ അവര് പോകും. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഫുൾ ടൈം വീട്ടിലാ, നിങ്ങൾ ഹാപ്പിയാണോ? മക്കളുണ്ട്, ഹസ്ബൻഡ്, ഓക്കെ, ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരുന്ന് ഹാപ്പിയാണോ നിങ്ങൾ? അല്ല. പുറത്തോട്ട് ഫ്രണ്ട്സ് വേണ്ടേ? ഒന്ന് ചില്ല് ചെയ്യണ്ടേ? ഇതൊക്കെ ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളേ? അത്രേ ഉള്ളൂ. അതിനെന്താ വേണ്ടേ? ജോലി വേണം. അപ്പൊ ഇനി എന്താണ്, കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ ആയി, ഇപ്പോഴാണ് നമുക്ക് കുറച്ച് തിരിച്ചറിവ് വന്നത്. ബോധം വെച്ചത് ഇപ്പോഴാണ്, ശരിയല്ലേ? ബോധോദയം വന്നത് ഇപ്പോഴല്ലേ? എല്ലാം അങ്ങനെയാണ്, എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്. ബോധോദയം കുറച്ച് ലേറ്റാവും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് നേരത്തെ അറിയുന്നത്. നമ്മുടെ ജനറേഷൻ പറയണ്ട, ഇങ്ങനെ ആയിപ്പോയി. ഞാനും അടക്കം ബോധം കുറച്ച് കുറവായിപ്പോയി. ബോധം വെച്ചപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ കുട്ടികളായി. പക്ഷെ ഇനിയെങ്കിലും നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാല് വയസ്സാം കാലത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടി ജീവിച്ചു എന്നൊക്കെ ആലോചിച്ച് നമ്മൾ തന്നെ സ്വയം വിഷമിക്കേണ്ടി വരും. അതിനൊരു അവസരം കൊടുക്കണ്ട. ഓക്കെ, അതുകൊണ്ട് ഇനിയെങ്കിലും രക്ഷപ്പെടാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മാറാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. ചേഞ്ച് യുവർ സെൽഫ്. യു മസ്റ്റ് ചേഞ്ച് യുവർ സെൽഫ്. ചേഞ്ച് ചെയ്തേ പറ്റും. അപ്പൊ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സും ആണ്, മോട്ടിവേഷൻ ക്ലാസ് ആണ്, പലതുമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. സാങ്കല്പികം മാത്രമൊന്നും പറയാനില്ല, അങ്ങനെയാണ് ക്ലാസ്, അങ്ങനെയായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് നിങ്ങളെ അറിയാം. ഞാനിപ്പോ പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആണല്ലോ അല്ലേ? അത്രയേ ഉള്ളൂ, കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്ലാസ് പോവാ. ഇതാണ് എന്റെ ക്ലാസ്. ഞാൻ ഇങ്ങനെയാ ക്ലാസ് എടുക്കുന്നത്. ഇംഗ്ലീഷ് എടുക്കും, അതിന്റെ കൂട്ടത്തില് ഫസ്റ്റ് ഓടി നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. A to Z ആണ്. ഒരു ബിഗിനേഴ്സ് എങ്ങനെയാണ് ഇംഗ്ലീഷ് അപ്രോച്ച് ചെയ്യേണ്ടത്, ആ രീതിയിൽ തന്നെയാണ് നമ്മള് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഇനിയും പറയാം. അപ്പൊ ഇംഗ്ലീഷിന് വേണ്ടി ഒരു നോട്ട്ബുക്ക് വേണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ഉള്ളൂ. ഇനി പോകെ കാണാലോ, മീറ്റ് ചെയ്യാലോ. അപ്പൊ ഞാൻ പറഞ്ഞ കോർഡിനേഷന്റെ കാര്യങ്ങളൊന്നും മറക്കണ്ട. നാളെ എന്റെ ക്ലാസ് ആണ്. ഞാൻ വരുമ്പോൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. മൂഡ് ഓഫ് ഒന്നും പാടില്ല. ചില്ലായിരിക്കണം എപ്പോഴും. ഓക്കെ, ആക്റ്റീവ് ആയിട്ടിരിക്കണം. പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം, ഒന്നും വേണ്ട. അപ്പൊ ഇതൊക്കെയാണ്, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളൊന്ന് പറയൂ, എങ്ങനെയുണ്ട്? ഓക്കെയാണോ? ഇംഗ്ലീഷ് ക്ലാസ് ഓക്കെയാണോ? നമ്മൾ ഓക്കെയാണ് മാം. നല്ല ക്ലാസ്. സ്റ്റാർട്ട് ചെയ്തപ്പോ കുറച്ച് ടെൻഷൻ ഞങ്ങൾ ഒരുപാട് ഓക്കെയാ. കേട്ടപ്പോ ഞങ്ങളുടെ ആ പേടി മാറി ഇംഗ്ലീഷിനോട്. പേടിയുണ്ടായിരുന്നില്ല. അടിപൊളി ക്ലാസ് ആയിരുന്നു ഇന്നത്തത്.
പേടി ഉണ്ടായിരുന്ന പേടി മാറി കൊള്ളാം കേട്ടോ. പഠിക്കുന്നത് ഓക്കെ. എല്ലാവരും കൂടി അൺമ്യൂട്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ. സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ. ടീച്ചർ എന്നത് നമ്മളെ മനസ്സിലാക്കി സംസാരിക്കും. എന്തോ കേട്ടില്ല അലീന. അത് പകർന്നു തരുന്ന ആളായിരുന്നു. നമുക്ക് എന്തും തോന്നിക്കുന്ന വിധത്തിലായിരുന്നു ടീച്ചർ ഇന്നത്തെ ക്ലാസ്. ഒരിക്കലും ഒരു പേടി തോന്നുക അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത ഒരാളായിട്ടല്ല തോന്നുന്നു. നമ്മള് കുറെ പരിചയമുള്ള ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് ടീച്ചർ ക്ലാസ്സിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെയാണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടം ഉണ്ടാവും ടീച്ചർ ക്ലാസ്സിൽ കയറാൻ. അമിതമായ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട കേട്ടോ. നെഗറ്റീവ്സ് പറയാം, പോസിറ്റീവ്സ് വേണ്ട മാത്രം കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ്സ് പറയാം കേട്ടോ. കള്ളാണോ അല്ലെങ്കിൽ ചുമ്മാ പറയുന്നതാണോ, ഇതാണ് ഉദ്ദേശിക്കുന്നത്? ഞാനേ ഏത് കുറച്ച് ദിവസം ജോയിൻ ചെയ്തിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും എനിക്കിവിടെ ഫാമിലി ഇഷ്യൂസ് വന്ന കാരണം അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ആ ഇയർ പോയി. അപ്പൊ ഉമ്മാടെ ഇഷ്ടത്തിന് വീണ്ടും ഞാൻ റീജോയിൻ ചെയ്തതാ. അത് ഇതല്ലായിരുന്നു, വേറൊരു ഇതിലായിരുന്നു. അപ്പൊ അതിലായാൽ പോലും എന്നൊരാൾ എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കും. അങ്ങനെ പെട്ടെന്ന് കയറി അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. പക്ഷെ ഇന്ന് ടീച്ചറെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് അതിന്നൊരു വ്യത്യാസം തോന്നി. അന്നത്തെ ക്ലാസ്സിൽ നിന്നും അന്ന് കേട്ട് ഞാനിപ്പോ 2011 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളാ. പിന്നൊരു ക്ലാസ്സിനോ കോഴ്സിനോ ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ അന്ന് ആ ക്ലാസ്സിനാണ് ചെയ്തത്. അതൊരു 2021 തോന്നുന്നു അന്ന് ഞാൻ ജോയിൻ ചെയ്തത്. എന്നിട്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ വീണ്ടും റീജോയിൻ ചെയ്തതാ. അപ്പൊ ഒരു നല്ല വ്യത്യാസം ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കേ, മാറട്ടെ. നമുക്ക് പ്രതീക്ഷിക്കാം. ഹലോ മാം. ഹായ് മാം, എനിക്ക് ക്ലാസ് കേൾക്കാൻ കഴിയുന്നില്ല. സൗണ്ട് തീരെ കുറവ് പോലെ. ആണോ? ഇനി നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ട് എനിക്ക് അപ്പൊ തന്നെ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കേട്ടോണ്ട് ഒരു ചെറിയൊരു വർക്കിലായിരുന്നു. അത് കഴിഞ്ഞ് ഓടി വന്ന് ഇരുന്നു. അപ്പൊ എനിക്ക് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് കേൾക്കാൻ കഴിയുന്നത്. ആണോ? നെക്സ്റ്റ് ടൈം അങ്ങനെ പറയൂ കേട്ടോ. ഓക്കെ മാഡം. ഓക്കെ. നല്ല ക്ലാസ് ആയിരുന്നു മാഡം. ഓക്കെ. എനിക്ക് അങ്ങനെയായിരുന്നു മാം. ആദ്യം കേൾക്കത്തില്ലായിരുന്നു. പിന്നെ അത് എക്സിറ്റ് ചെയ്ത് റീജോയിൻ ചെയ്തപ്പോ നല്ല സൗണ്ട് വന്നു. ഓക്കെ. പിന്നെ ബഹളമയമാണ് ഇവിടെ. എല്ലാവരും എടുത്താണ് ഇങ്ങനെയുണ്ടാവും ആക്റ്റീവ്. കൊള്ളാം. പിന്നെന്താ ആരെങ്കിലും പറയാനുണ്ടോ? ചോദിക്കാൻ എന്തെങ്കിലുണ്ടോ? നല്ല ക്ലാസ് ആയിരുന്നു മാം. ക്ലാസ് കേട്ടപ്പോ ഒരു എന്താ പറയാ പ്രത്യേക ഒരു എനർജി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നിട്ടുണ്ട് മാം. കിട്ടിയ എനർജി വേസ്റ്റ് ചെയ്യല കേട്ടോ. അത്തന്നെ ചെയ്തു. ആവശ്യം വരും. മാം, ഇംഗ്ലീഷിന് കളക്ഷൻ അസൈൻമെന്റ് അങ്ങനെ വല്ലതുണ്ടോ? ഇംഗ്ലീഷിന് കളക്ഷൻ അസൈൻമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വരും. അതൊന്നും ഓക്കെ ആയല്ലോ ക്ലാസ് അല്ലെ? കംഫർട്ടബിൾ ആണ്. ആ ഒരു പേടികൾ മാറി അല്ലേ? വെറുതെ ഇത്രേ ഉള്ളൂ. ഞാൻ പകുതിക്കുന്നായിരുന്നു. മാമിന്റെ നെയിം ഒന്ന് പറയോ? മോശം കേട്ടോ, വളരെ മോശമാണ്. ഇത് രാമായണം മുഴുവൻ കേട്ട് രാമൻ ചെയ്ത ആത്മഹത്യ. എല്ലാ ക്ലാസ് കേൾക്കുന്നു. പിന്നെ അപ്പൊ ഞാൻ അശ്വതി മാം അല്ലേ? ഇങ്ങനെ പേരെങ്ങനെ മറന്നാലും സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലോ? എന്റെ സ്ഥലം എവിടെയാട്ടോ? അടുത്താണ്.
ഓക്കെ, അപ്പൊ ടൈമായി, ഞാൻ പോവാണ്. നാളെ കാണാം. ഇനി സൈൻ ഔട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ന് കാണുന്ന സൈൻ ഔട്ട് ഉണ്ട്. അറിയോ? പറഞ്ഞിട്ടുണ്ടോ? നോട്ട്ബുക്ക് വേണം. കഴിഞ്ഞോ? സൈൻ ഔട്ട് ഉണ്ടേ. അതേപോലെ തന്നെ സൈൻ ഇൻ ചെയ്യുന്നു, പിന്നെ എന്തേ നമ്മൾ പറഞ്ഞു വിടും. ഇത്രയേ ഉള്ളൂ. ആദ്യം വെൽക്കം ചെയ്യുന്നു, പിന്നെ പറഞ്ഞു വിടുന്നു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പഠിച്ചു വെക്കും. അപ്പൊ നാളെ കാണാം കേട്ടോ. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യാം. പ്രയർ, സൈൻ ഇൻ, സൈൻ ഔട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാം. ആക്റ്റീവ് ആയിട്ടിരിക്കും എപ്പോഴും. ഓക്കെ, so thank you all, and see you on next class, and see you on tomorrow. മാം ഞാൻ പറഞ്ഞോട്ടെ സൈൻ ഔട്ട്? പറയൂ. മലയാളത്തിൽ പറഞ്ഞ കുഴപ്പമുണ്ടോ മാം? ഇന്ന് വരെ, നാളെ തുടങ്ങിയില്ല. പറയൂ. താങ്ക് യു മാം. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ടെൻഷൻ കൂടാതെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ളൊരു വിശ്വാസം എല്ലാവരിലും വന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ക്ലാസ് എടുത്ത മിസ്സിനും താങ്ക് യു. Okay, so thank you all. Bye to all. Thank you, ma'am. Thank you ma'am. Thank you, ma'am. Thank you, ma'am.